ഹായ് ഹലോ ജെസിയമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നത് ഇന്നലെ വിവാഹം കഴിഞ്ഞ നമ്മുടെ അനുമോൾ അനിക്കുട്ടിയുടെ വിവാഹത്തെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. അതായത് അനുവിൻ്റെ കല്യാണം കൊട്ടി ആഘോഷിച്ച് സോഷ്യൽ മീഡിയ മൊത്തവും അറിയിച്ചില്ല എന്ന് കുറച്ച് ആൾക്കാരുടെ പരാതി. നോക്കിക്കോണം, അനുവിൻ്റെ വീഡിയോയ്ക്ക് താഴെ മറ്റുള്ളവരിട്ടേക്കുന്ന വീഡിയോയ്ക്ക് താഴെ ഈ അനുവിനെ എന്തൊക്കെയാണ് മോശം വാക്കുകൾ ഉപയോഗിച്ച് കമൻറ്റ് എഴുതി വിട്ടേക്കുന്ന ഓരോരുത്തർ. ഇപ്പം അനുവിന് പ്രായ കൂടുതൽ, അനുവിൻ്റെ പുതിയ വരന് പ്രായക്കുറവ്, ഇതൊക്കെയാണ് ആളുകൾക്ക് പരാതി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെന്തിന് പരാതിപ്പെടണം? നിങ്ങൾക്ക് എന്താണ്? അനുവിനറിയാമല്ലോ, അങ്ങനെ അനുവിന് 1-2 വയസ്സിന് ഇളയതാണ് ആ പയ്യനെങ്കിൽ അത് അനു പരിഹരിച്ചോളൂ. അങ്ങനെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉണ്ടെങ്കിൽ അത് അനുവിൻ്റെ ഇഷ്ടപ്രകാരം അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് തീരുമാനമെടുത്ത് കല്യാണം വീട്ടുകാരുടെ ആശീർവാദത്തോടെ നടത്തിയതല്ലേ. ഈ പറയുന്ന നിങ്ങൾക്കൊക്കെ എന്താണ്? പ്രായം കൂടിയവരും പ്രായം കുറഞ്ഞവരും കല്യാണം കഴിച്ചാൽ എന്ത്? പകുതി വഴിക്ക് ഇട്ടിട്ട് പോകാതെ അവരെ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ? അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരെ എനിക്കറിയാം. എല്ലാവരും സന്തോഷകരമായിട്ട് ജീവിച്ചു പോകുന്നു. പിന്നെ അനുവിന് മാത്രം എന്താണ് പ്രത്യേകത? പിന്നെ അനു ആരെയൊക്കെ ചതിച്ചു, അനു അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അനുവിൻ ആരെയാണോ ഇഷ്ടം ആ ആളെ അനു കല്യാണം കഴിച്ചു. അതുപോലെ തന്നെ അനീഷിനെ അനു ചതിച്ചു. എവിടെ ചതിച്ചു? ബിഗ് ബോസിലെ കുറേ രംഗങ്ങളൊക്കെ കണ്ടപ്പം ബിഗ് ബോസ് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് രണ്ടുപേരും കൂടി ചേർന്നാൽ കൊള്ളാമായിരുന്നു. പക്ഷേ രണ്ടുപേര് വിവാഹം കഴിക്കണമെങ്കിൽ രണ്ടുപേരുടെ ഇഷ്ടം അതിൽ വേണ്ടേ? അനു ഒരിടത്തും അനീഷിനെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അനു കുറേ ഇതൊക്കെ കാണിച്ചത് അനു ബിഗ് ബോസിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ പല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടി കുറേ വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ സഹിച്ച് അവരെടുക്കുന്ന എഫോർട്ടിനാണ് അവർക്ക് അവിടെ സമ്മാനം. അത് എങ്ങനെയെങ്കിലും തനിക്ക് ആ 1ാം സ്ഥാനം വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അനു പല കാര്യങ്ങളും അവിടെ കളിച്ച് കാണും. അതിപ്പം അനീഷിനെ കല്യാണം കഴിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടല്ല, അനീഷ് ചിലപ്പം മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് കാണും, അനീഷ് തെറ്റിദ്ധരിച്ചതുമാകാം. അപ്പം അനീഷ് വിചാരിച്ചില്ല അനുമോൾക്ക് തിരിച്ച് ഇഷ്ടമുണ്ടോ ഇല്ലയെന്ന്. അനീഷ് നേരിട്ട് എന്ന് ചോദിക്കുകയാണ് വിവാഹം കഴിക്കാമോ. അനു ഒരിക്കലും അതിന് യെസ്സും പറഞ്ഞിട്ടില്ല. അനുവിൻ്റെ ഉള്ളിൽ ഒരാളോട് ഇഷ്ടം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അനു അവിടെ നിന്നും ആർക്കും യെസ് പറയാതിരുന്നത്. ഇഷ്ടമുള്ള ആളെ അനു കല്യാണം കഴിച്ചു. ഇപ്പോൾ പ്രായമുണ്ടോ പ്രായമില്ല അത് അനു നോക്കിക്കൊള്ളുമല്ലോ. പ്രായ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞെന്ന് പറഞ്ഞോ അവർ രണ്ടുപേരുമല്ലേ ജീവിക്കുന്നത്, അവർക്ക് അറിയാതെ അല്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും. എന്തൊരു കഷ്ടമാണ്, എന്തോരം മോശമായിട്ടാണ് അനുവിൻ്റെ വീഡിയോയ്ക്ക് അടിയിലും മറ്റുള്ളവരിടുന്ന വീഡിയോയ്ക്ക് അടിയിലും കമൻറ്റുകൾ എഴുതി വിടുന്നത്. നാളെ നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു പ്രായ കൂടുതലോ പ്രായക്കുറവോ ഉള്ള ആളുകൾ മക്കൾ എന്തെങ്കിലും അവർ തീരുമാനിച്ചു അവരതിൽ തന്നെ ഉറച്ചു നിന്ന ചില സന്ദർഭങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ പ്രായ കൂടുതലും കുറവും ഒന്നും ഒരു വിഷയമായിട്ട് വരുന്നില്ല. നല്ലതുപോലെ ജീവിക്കുകയാണെങ്കിൽ അതല്ലേ നല്ല ജീവിതം. അല്ലാതെ പ്രായ കൂടുതൽ അനുവിനുണ്ട്, അനുവിൻ്റെ ഭർത്താവ് അനുവിൻ്റെ ഇളയതാണ്, പ്രായത്തിൽ കുറവാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു, അവർ കല്യാണം അന്തസ്സായിട്ട് നടത്തി അവർ നല്ല കുടുംബജീവിതം ഇനിയിപ്പോൾ ചെയ്യും. അവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ട്. അനു പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ അനുവിന് ചെയ്തു തീർക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം പയ്യൻ സപ്പോർട്ടാണെന്ന് പറയുന്നു. അവർ ജീവിക്കട്ടെ. ലോകത്തില്ലാത്ത ആരോപണങ്ങൾ മൊത്തവും ആ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞതോടുകൂടി അതിൻ്റെ തലയിൽ കൊണ്ടുവച്ച് എന്തിനിങ്ങനെ അപമാനിക്കണം? അനുവിൻ്റെ ഇഷ്ടമാണ് അനു ആരെ വിവാഹം കഴിക്കണമെന്ന്. രണ്ടുപേര് അവരുടെ മനസ്സിൻ്റെ ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ അവർക്ക് ഒരുമിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ.
പ്രായ കൂടുതലായാൽ എന്താണ്, 1-2 വയസ്സിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റം വന്നെന്ന് പറഞ്ഞാലും അവർ മനസ്സുകൊണ്ട് അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് അവർ നല്ല കുടുംബജീവിതം ചെയ്യുകയാണെങ്കിൽ ആർക്കാണ് ഇവിടെ പരാതി? എന്തിൻ്റെ ആവശ്യത്തിനാണ് ഇങ്ങനെ വെറുതെ ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ അനുവിൻ്റെ നേർക്ക് കൊണ്ടിട്ട് അനു കല്യാണം കഴിഞ്ഞ് മുമ്പോട്ട് ജീവിക്കുന്നതിൽ ആർക്കൊണ്ടൊക്കെ അസൂയ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തോരം ആരോപണങ്ങൾ ലോകത്ത്. ഞാൻ പറയട്ടെ, അനു മാത്രമാണോ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ മുമ്പ് ആരെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നെന്ന് വെച്ചോ, ഏകദേശം എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ ആൺകുട്ടികളും അവർക്ക് കല്യാണത്തിന് മുമ്പ് ആരോടെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നും. ചിലത് വീട്ടുകാരുടെ സമ്മതം ഇല്ലെങ്കിൽ അവരതങ്ങ് വിട്ടുകളയും. ചിലത് കുറേ നാൾ സ്നേഹിച്ചിട്ട് അവർക്ക് പരസ്പരം പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ രണ്ടുപേരും അവരെ ഇഷ്ടപ്രകാരം പോട്ടു. ചിലത് ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അതിൽ കൂടുതൽ കുറേ ഇഷ്ടമുള്ള ആരെങ്കിലും കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് വേണ്ടെന്ന് വെച്ച് അവർക്ക് വേറെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അവരങ്ങനെ ചെയ്യും. അതിപ്പോൾ ഓരോരുത്തരുടെ മനസ്സാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിപ്പം നമുക്കാർക്കും ആ ഇഷ്ടങ്ങളെ മാറ്റാനോ തിരുത്താനോ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, ഇത് പ്രായ കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അവർ കല്യാണം കഴിഞ്ഞ് അവർക്ക് നമ്മളൊരു അനുഗ്രഹം കൊടുത്തില്ലെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? കല്യാണം കഴിഞ്ഞ് അവരുടെ കാര്യം നോക്കി ജീവിച്ചോട്ടെ, അവരെന്തിനിങ്ങനെ ഉപദ്രവിക്കണം? ബിഗ് ബോസ് അത് കഴിഞ്ഞ കാര്യം. പിന്നെ അനീഷിനെ അപമാനിക്കാനായിട്ട് അനീഷ് പൊട്ടിക്കരഞ്ഞു. പിന്നെ അനീഷിന് വല്ലാത്ത ദുഃഖം. അനീഷ് ഇതൊന്നും അറിയുന്ന കാര്യമല്ല. അനീഷിൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അനു കല്യാണം കഴിഞ്ഞ് അനുവിൻ്റെ കാര്യമായിട്ട് മുമ്പോട്ട് പോകുന്നു. എന്നിട്ടും ഒരു പെൺകുട്ടിയെ ഇത്രമാത്രം അപമാനിച്ച് കമൻ്റ് ഇടാൻ എങ്ങനെ തോന്നുന്നു? നിങ്ങളുടെ വീട്ടിലും പെൺകുട്ടികളൊക്കെ ഇല്ലേ? നിങ്ങളുടെ വീട്ടിലും ആൺകുട്ടികളൊക്കെ ഇല്ലേ? ഒരു പ്രായമുള്ള ഒരു സ്ത്രീ വളരെ മോശമായിട്ടൊരു കമൻറ്റ്. പിന്നെ ഞാനതവിടെ നോക്കിയപ്പോൾ കാണുന്നില്ല. എന്തോ ഒരു കഷ്ടമാണ്. ചിലപ്പോൾ ബിഗ് ബോസ് കണ്ടിട്ട് അതിനകത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെയൊക്കെ എഴുതുന്ന. പക്ഷേ ഒരു പെൺകുട്ടി അതിൻ്റെ വിവാഹത്തിൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തും ആ വീഡിയോയ്ക്കടിയിൽ ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റുകൾ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഒരു പെൺകുട്ടികളെ നമ്മളങ്ങനെ പറയാൻ പാടില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആരുടെ കൂടെ ജീവിക്കണം, ആരെ കല്യാണം കഴിക്കണം, കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകും. പിന്നെ ഇതിനൊക്കെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് 3 മാസം തന്നെ, 2 മാസം തന്നെ ഇത് ഉടൻ ഡിവോഴ്സ് ആവും. നമ്മൾ ഒരു പെൺകുട്ടികളെയും ഒരു ആൺകുട്ടികളെയും അങ്ങനെ പറയാൻ പാടില്ല. വിലയിരുത്താൻ നമ്മൾ ആരാണ്? അവർ ജീവിച്ച് തുടങ്ങട്ടെ, അവരുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ അനുവും ഭുവനേഷും അല്ല വേറെ ആരായാലും അവർ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ മനസ്സിൽ പൊരുത്തക്കേടുകളുണ്ട്. ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ ത്യാഗം സഹിച്ച് ജീവിക്കുന്നതിനേക്കാൾ രണ്ടാകുന്നതാണ് നല്ലത്. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നിട്ട് പിന്നെ നന്നായിട്ട് ജീവിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ തുടരുന്നത് നല്ലത്. അതുകൊണ്ട് നമ്മൾ ഒരാൾ കല്യാണം കഴിഞ്ഞങ്ങോട്ട് അവർ ആ കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അവർ 3 മാസമായി ജീവിക്കുകയുള്ളൂ, ഡൈവോഴ്സ് ആവും, 2 മാസം, കുറച്ച് ദിവസങ്ങൾ. എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ കമൻ്റായിട്ട് എഴുതി വയ്ക്കാൻ? ഒരു പെൺകുട്ടിയല്ലേ, അത് നല്ലൊരു അതിൻ്റെ കല്യാണം കഴിഞ്ഞ് അതങ്ങോട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് പോലുമില്ല. ആ കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് 3 മാസം തന്നെ, ഇത് 2 മാസം തന്നെ. ഇങ്ങനെ ആരെയും അങ്ങനെ എഴുതാൻ പാടില്ല. നമുക്കെല്ലാവർക്കും മക്കളും മരുമക്കളും ഒക്കെ ഉള്ളവരാണ്. നമുക്ക് മറ്റൊരാളെ അങ്ങനെ ദുഷിക്കാനായിട്ട് നമുക്ക് യാതൊരു യോഗ്യതയും അർഹതയും ഇല്ല. അവർ ജീവിക്കട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. അവരുടെ വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നാട്ടുകാരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ളവർക്കോ എന്തൊക്കെയാണ് പടച്ചു വിടുന്നത്? ഒരു പെൺകുട്ടിയെ ഇത്ര മാത്രം അപമാനിക്കാമോ? ആ ഒരു പെൺകുട്ടിയായതുകൊണ്ടല്ലേ ഇതൊക്കെ സഹിക്കുന്നത്. അവർ ഡിവോഴ്സ് ആവുന്നെങ്കിൽ അതവരുടെ ഇഷ്ടം. അവർ സ്നേഹിച്ച് മുമ്പോട്ട് നല്ല ജീവിതം ചെയ്യുന്നെങ്കിൽ അതവരുടെ ഇഷ്ടം. പക്ഷേ നമ്മളൊന്നും അങ്ങനെ നേരത്തെ വിധിക്കാൻ പാടില്ല. എല്ലാം ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നല്ലത് ചെയ്യാനും അവരുടെ ജീവിതം മുമ്പോട്ട് പോകാനും എങ്ങനെയൊക്കെയാണെന്ന് തീരുമാനിക്കുന്നു. അതിൽ നമ്മളൊരു ഭാഗഭാക്കാകുന്നേ ഉള്ളൂ. തല മറന്ന് എണ്ണ തേക്കരുത്. ഒരു പെൺകുട്ടികളെ ഇങ്ങനെ ദുഷിക്കരുത്. മഹാ കഷ്ടമാണ്. നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ മുഖം നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി. ആരെയും ഇങ്ങനെ പറയാൻ തോന്നത്തില്ല. അവർ സന്തോഷമായിട്ട് അവർ കഴിയട്ടെ.
അവർ അനുകുട്ടിക്കും ഭുവനേശ്വരനും നല്ലൊരു കുടുംബജീവിതം ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇത് പറയാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത്. ഒരു പെൺകുട്ടികളെ ഇങ്ങനെ പറഞ്ഞ്, ഒരു ആൺകുട്ടികളെ ഇങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കരുത്. അത് മഹാ കഷ്ടമാണ്. നമുക്ക് മക്കളില്ലേ? നിങ്ങളുടെ മക്കളെ ഒന്ന് മുഖം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരെ വേറെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരത്തില്ലേ? എനിക്കുട്ടി, ഭുവനേഷ്, എല്ലാ വിവാഹമംഗള ആശംസകളും. നല്ലൊരു കുടുംബജീവിതം മക്കളെ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ആരുടെ വാക്കും നിങ്ങൾ ചെവിക്കൊള്ളണ്ട. ആരോ എവിടെയോ എന്തോ പറഞ്ഞോട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോവുക. ഓക്കേ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.